മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യേശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനത്തെ നമ്മൾ വായിക്കുകയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ സൽക്കർമ്മങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിൽ നിന്ന് പേരും പെരുമയും ആഗ്രഹിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളുടെയും അടിസ്ഥാന ലക്ഷ്യം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക, മറ്റുള്ളവരിൽ നിന്ന് പേര് സമ്പാദിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലാണ് നീ പ്രീതി തേടുന്നത് എങ്കിൽ മനുഷ്യന്റെ പ്രീതി നീ ആഗ്രഹിക്കരുത്. ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് കൃപ ലഭിക്കണമെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ മനുഷ്യപ്രീതിയിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് സാധിക്കണം. മനുഷ്യപ്രീതിയുടെ പിന്നാലെ പോകുന്നവന് ദൈവപ്രീതി ഉണ്ടാവുകയില്ല. കാരണം അവന്റെ ജീവിതത്തിൽ അവൻ മനുഷ്യന് ഇഷ്ടമുള്ളത് ചെയ്യുകയുള്ളൂ, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യത്തില്ല. ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നവൻ ഒരിക്കലും പരാജയപ്പെടാനായിട്ട് ഈശോ അനുവദിക്കത്തില്ല. ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ഈ ലോകത്തിൽ പ്രവർത്തിച്ചാല് അവന്റെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. നമുക്ക് പരിശോധിക്കാം, ഞാൻ ചെയ്യുന്നത് ഈശോയുടെ ഇഷ്ടത്തിനുള്ളതാണോ അതെയോ മനുഷ്യപ്രീതി നേടിയെടുക്കാനായിട്ടുള്ളതാണോ? മനുഷ്യപ്രീതിക്ക് വേണ്ടി പോയാല് മനുഷ്യനിലുള്ളത് തിന്മയാണ്, അത് നന്മയായിട്ട് നിന്നിലേക്ക് വരത്തില്ല. അതുകൊണ്ട് ദൈവപ്രീതി ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങള്, ദുഷ്ടാത്മ പ്രവർത്തനങ്ങള് ദിവികാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.